നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയോര മണ്ഡലമായ ദേവികുളത്തിലെ തെരഞ്ഞെടുപ്പ് പോര് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നതാണ്. അതായത് CPM നേതാവ് എസ് രാജേന്ദ്രൻ, അദ്ദേഹം മുൻ MLA കൂടിയായിരുന്നു. എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പാർട്ടി മാറുന്നു. പാർട്ടിയുമായി ഉണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് അദ്ദേഹം BJPയിലേക്ക് പോകുന്നത്. അങ്ങനെ അദ്ദേഹം BJPയിലേക്ക് പോയതിന് ശേഷം അവിടെ BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കുന്ന മണ്ഡലമാണ് ദേവികുളം. UDF സ്ഥാനാർത്ഥി F രാജയാണ് അവിടെ പക്ഷേ വിജയക്കൊടി പാറിച്ചത്. 50,590 വോട്ടുകളാണ് F രാജയ്ക്ക് ലഭിച്ചത്. 5233 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് F രാജയ്ക്ക് ഉണ്ടായത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VA രാജയാണ്. 45,357 വോട്ടുകൾ VA രാജ സ്കോർ ചെയ്യുന്നു. BJP സ്ഥാനാർത്ഥി S രാജേന്ദ്രന് 15,032 വോട്ടുകൾ മാത്രം നേടാനേ സാധിച്ചുള്ളൂ. 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ A രാജയായിരുന്നു അവിടുത്തെ സിറ്റിംഗ് MLA. LDF സ്ഥാനാർത്ഥി A രാജ 59,049 വോട്ടുകൾ നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ D കുമാർ 51,201 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് വന്നു. BJPയുടെ ഗണേശന് വെറും 4,717 വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ 4,717 വോട്ടുകളാണ് S രാജേന്ദ്രൻ 15,000-ലധികം വോട്ടുകളായി വർദ്ധിപ്പിച്ചത്.